സാപത്തിന് ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ മഗ്ദലന മറിയോ മറ്റേ മറിയോ ശവകുടീരം സന്ദർശിക്കാൻ വന്നു. അപ്പോൾ വലിയ ഒരു ഭൂകമ്പമുണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു. അവൻ്റെ രൂപം മിന്നൽ പിണർ പോലെ ആയിരുന്നു, വസ്ത്രം മഞ്ഞുപോലെ വെളുത്തതും. അവനെക്കുറിച്ചുള്ള ഭയനിമിത്തം കാവൽക്കാർ വിറവുണ്ട് മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവൻ ഇവിടെയില്ല. താൻ അരുളിച്ചതുപോലെയാണ് ഉയർപ്പിക്കപ്പെട്ടു. അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ. വേഗം പോയി അവൻ്റെ ശിഷ്യന്മാരോട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടെന്നും നിങ്ങൾക്ക് മുമ്പേ ഗലീലിലേക്ക് പോകുന്നെന്നും അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണുമെന്നും പറയുവിൻ. ഇതാ ഇക്കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അവർ കല്ലറ വിട്ട ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടെ ശിഷ്യന്മാരെ വിവരമറിയിക്കാൻ ഓടി. അപ്പോൾ യേശു എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തു. അവർ അവനെ സമീപിച്ച് പാദങ്ങളിൽ ആരാധിച്ചു. യേശു അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. നിങ്ങൾ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് ഗലീലിലേക്ക് പോകണമെന്നും അവിടെ അവർ എന്നെ കാണുമെന്നും പറയുക. സുവിശേഷ വചനമാണ് നാം കേട്ടത്. കാഴ്ചവെക്കുന്ന ഈ അപ്പം നമ്മുടെ കാരുണ്യത്താലാണല്ലോ ഞങ്ങൾക്ക് ലഭിച്ചത്. ഞങ്ങൾക്ക് നിത്യജീവനുള്ള ആത്മീയ ഭോജനമായി തീരുവാനുള്ള ഈ അപ്പം ഭൂമിയുടെയും മനുഷ്യപ്രയത്നത്തിന്റെയും ഫലമായി ഞങ്ങൾക്ക് കനിഞ്ഞല്ലേ. പിതാവേ, അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. എല്ലാ നന്മകളുടെയും ദാതാവായ ദൈവമേ, കാഴ്ചവെക്കുന്നവയും ഞങ്ങളുടെ കാരുണ്യത്താലാണല്ലോ ഞങ്ങൾക്ക് ലഭിച്ചത്. ഞങ്ങൾക്ക് ആത്മീയ പാനീയമായി തീരുവാൻ ഈ വീഞ്ഞ് മുന്തിരിവള്ളിയുടെയും മനുഷ്യപ്രയത്നത്തിന്റെയും ഫലമായി ഞങ്ങൾക്ക് കനിഞ്ഞല്ലേ. പിതാവേ, അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. സഹോദരന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ നാമത്തിന് മഹിമയ്ക്കും സ്തുതിക്കും നമ്മുടെ സാർവത്രിക സഭയുടെ നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമേ, പെസഹ രഹസ്യത്തിന്റെ ആഹ്ലാദത്തിൽ ആറാടിക്കൊണ്ട് ഞങ്ങൾ ബലിയർപ്പിക്കുന്നു. ഉയർപ്പിന്റെ ശക്തിയും പുഷ്ടിയും പ്രദാനം ചെയ്യുന്ന ഈ ബലി സ്വീകരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടറിയണമേ.